അനോമലി സ്കാൻ റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. എല്ലാം നോർമലാണ്. പക്ഷെ ചെറിയൊരു കാര്യമുണ്ട്. ഹലോ, അപ്പം ഞാനിതെൻ്റെ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് അനോമലി സ്കാന്, അനോമലി സ്കാനിങ്ങിലൂടെ എന്തൊക്കെ അറിയാൻ സാധിക്കും, അനോമലി സ്കാനിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സ്കാൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മാവേലിക്കര സഞ്ജീവിനി ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബാക്കി വിശേഷങ്ങൾ, എന്താണ് അനോമലി സ്കാൻ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താണ് അനോമലി സ്കാൻ? അനോമലി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗർഭസ്ഥ ശിശുവിന്റെ എല്ലാ ഓർഗൻസും തല മുതൽ കാല് വരെ തുടങ്ങി ഇന്റേണൽ ഓർഗൻസ് എല്ലാം തന്നെ സാധാരണ കാണുന്നതിൽ നിന്നും എന്തെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ വലിപ്പത്തിലോ ഘടനയിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ എന്ന് അറിയുന്ന സ്കാനാണ് അനോമലി സ്കാൻ. അപ്പൊ ഈ ഒരു സ്കാനിങ്ങിലൂടെ എല്ലാ ഓർഗൻസും ഡീറ്റെയിൽ ആയിട്ട് അൾട്രാസൗണ്ട് വിഷ്വലിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണയായിട്ട് അനോമലി സ്കാൻ ചെയ്യുന്നത് 5-ാം മാസത്തിലാണ് കേട്ടോ. അപ്പൊ ഈ അനോമലി സ്കാനിൽ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്രെയിൻ ആൻഡ് ഹെഡ്. ബ്രെയിൻ നന്നായിട്ട് വികസിച്ചിട്ടുണ്ടോ എന്ന് നോക്കും തലച്ചോറ്. ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞിന്റെ തലയുടെ ആകൃതി നോർമൽ ആണോ എന്ന് നോക്കും. സെക്കൻഡ്, കുഞ്ഞിന്റെ ഫേസ് നോക്കും. കണ്ണ്, ചുണ്ട്, മൂക്ക് ഇതിന്റെ ഒക്കെ ആകൃതി നോർമൽ ആണോ, സാധാരണ പോലെ തന്നെ അല്ലേ എന്നുള്ളത് നോക്കും. അടുത്തതായി നമ്മുടെ കുഞ്ഞിന്റെ ഹേർട്ടാണ് കേട്ടോ നോക്കുക. ഹൃദയത്തിന്റെ 4 ചാമ്പർ വ്യൂസും നോക്കൂട്ടോ. ഹൃദയം വലിപ്പം നോർമൽ ആണോ എന്നുള്ളത്, റിതം, ബ്ലഡ് ഫ്ലോ ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്തത് ലങ്സ്, ശ്വാസകോശം, വയറ്, കുടല് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്തത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിഡ്നി, ബ്ലാഡർ ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ നമ്മുടെ സ്പൈന്, നട്ടെല്ല്, അതുപോലെ തന്നെ കൈകാലുകളുടെ വലിപ്പം, വിരലുകൾ ഇതെല്ലാം ഓരോന്ന് എടുത്ത് തന്നെ നോക്കൂട്ടോ ഈ സ്കാനിങ്ങില്. അടുത്തത് നമ്മുടെ പ്ലാസന്റെ ഫ്ലൂയിഡ് നോക്കൂട്ടോ. അപ്പൊ പ്ലാസന്റയുടെ പൊസിഷൻ കറക്റ്റ് അല്ലേ, നോർമൽ അല്ലേ എന്നുള്ളത്. അതോടൊപ്പം തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അത് നല്ല രീതിക്കല്ലേ, നോർമൽ അല്ലേ എന്നുള്ളതൊക്കെ ഈ ഒരു അനോമലി സ്കാനിൽ നോക്കുന്നുണ്ട് കേട്ടോ. അനോമലി സ്കാൻ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കാൻ ആണ്. 3-ാം മാസത്തെ നമ്മുടെ സ്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കാനാണ് അനോമലി സ്കാൻ. അതിലൊക്കെ ഉപരി നമ്മളൊരു അമ്മയായി കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ ഒരു കുഞ്ഞ് ജീവൻ തുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ വലിയൊരു ടെൻഷനാണ്. ആ കുഞ്ഞ് ഓക്കെ അല്ലേ എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആ കുഞ്ഞിനെ കാണാനുള്ള വലിയൊരു ആകാംക്ഷ കൂടി തന്നെയാണ് അല്ലേ. അപ്പൊ ശരിക്കും അനോമലി സ്കാനിന് വേണ്ടി ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. നമുക്ക് അറിയില്ലല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെയും ടെൻഷനോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ എന്റെ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാം നോർമലാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. ചെറിയൊരു കാര്യം എന്താന്ന് വെച്ചാല് ഹൃദയത്തിന്റെ ഇത് നോക്കിയപ്പോ സ്റ്റഡി നടത്തിയപ്പോ അതിലെ 4 ചാമ്പർ വ്യൂസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ കുഞ്ഞിന്റെ. അത് പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് സ്കാൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് കൃത്യമായിട്ട് പൊസിഷനിൽ കിടക്കാത്തതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് സ്റ്റഡി നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പേടിക്കാനൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും കൃത്യമല്ലേ കാര്യങ്ങളല്ലേ എന്നുള്ളത്. നോർമലായിട്ട് പലർക്കും ഉണ്ടാവുന്നത് തന്നെയാണ്. പൊസിഷനൊക്കെ കുഞ്ഞ് കറക്റ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അത് സ്റ്റഡി നടത്താൻ പറ്റില്ല. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ റിസൾട്ട് എന്താണെന്ന് ഇവിടെ വന്ന് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അനോമലി സ്കാനിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു സ്കാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.